പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു സാക്ഷ്യം, ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രവിച്ചുകൊണ്ടാണ് നാം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാവരെയും അഭിഷേകത്തിന് കൂടാനുള്ളവരെല്ലാവരും വേഗം വിളിക്കുക. നമുക്ക് ഒരുമിച്ച് വചനം ശ്രവിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയമാണിത്. നമുക്ക് ഈ സാക്ഷി ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സജി. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി കബനിഗിരി ഇടവ അംഗമാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് സഹോദരൻ. പുൽപ്പള്ളി പ്രദേശത്ത് നിന്ന്, ആ ഏരിയ വയനാടെന്ന് വിചാരിച്ചാൽ മതി, അവിടെ നിന്നാണ് സഹോദരനും കുടുംബവും വരുന്നത്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഏതാണ്ട് എത്ര വർഷമായിട്ട് മക്കളില്ലായിരുന്നു? 23 വർഷമായിട്ട് മക്കളില്ല. ഇവര് വിവാഹിതരായി ദമ്പതികളായിട്ട് 23 വർഷമായി ഇവർക്ക് മക്കളെ ലഭിച്ചിരുന്നില്ല, കുട്ടികളുണ്ടാകുന്നില്ല. ഒരുപാട് പ്രാർത്ഥനകളും ധ്യാനങ്ങളും ട്രീറ്റ്മെന്റും എല്ലാം എടുത്ത് ചികിത്സകൾ നടത്തിയായിരുന്നോ? കുറേ ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തു. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ, ഒരുപാട് പ്രാർത്ഥനകൾ, ഒരുപാട് തീർത്ഥാടനങ്ങൾ, പലതും. ഇത് അവർക്ക് അറിയാവുന്ന എല്ലാ വഴികളും അവലംബിച്ച് 2011 പുൽപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. 2011. അതെ അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. നല്ല ഗംഭീരമായ ഒരു പുൽപ്പള്ളി കൺവെൻഷൻ 2011. അന്ന് ആരാധനയുടെ സമയത്ത് വട്ടായിലച്ഛൻ പറഞ്ഞു, മക്കളില്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതിൽ ഞങ്ങളെ സ്പർശിക്കുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ നേരെ നോക്കി പറഞ്ഞതുപോലെ തോന്നി എനിക്ക്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുൽപ്പള്ളി കൺവെൻഷൻ പറഞ്ഞ് മക്കളില്ലാത്ത ദമ്പതികൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് കർത്താവിൻ്റെ സന്നിധി നിലവിളിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവിന് കൃപ, കർത്താവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മക്കളുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച്. അതിനുശേഷം എല്ലാ ഞായറാഴ്ചകളിലും വട്ടായിലച്ഛൻ്റെ അഭിഷേകാഗ്നി കുടുംബസമേതം കാണും. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം 23ാമത്തെ വർഷത്തിൽ ഞങ്ങൾക്ക് ഒരു മോളിനെ തമ്പുരാൻ കർത്താവ് ഒരു അനുഗ്രഹം കൊടുത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് കുഞ്ഞിനെയാണ് അനുഗ്രഹിച്ചത്. ഒരു മോളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. ഈ അട്ടപ്പാടി മലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി പ്രായമാകണം. അതുകൊണ്ട് 1-2 വയസ്സൊക്കെ ആയി. ഇച്ചിരി പ്രായമായിട്ട് 1-2 വയസ്സല്ല, നല്ല ഒന്ന് മുതിർന്നതിന് ശേഷമാണ് കുട്ടീനെ അട്ടപ്പാടിയിൽ കൊണ്ടുവന്ന് 2019 കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഇവൾ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് എന്തോ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ വിക്ക് പോലെ തോന്നി അവർക്ക്. അപ്പം ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഞാൻ തന്നെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഞാനിവിടെ നിന്നിട്ട് എൻ്റെ മകൾക്ക് ഇത്രയും വർഷം കാത്തിരുന്നിട്ട് അവൾക്കൊരു വിക്കുള്ള കുട്ടിയെ നമുക്ക് തരലേക്ക് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏറ്റവും മുന്നിലാണ് ഞാൻ വന്നിരുന്നത്. ഈ ധ്യാനം ശരിക്കും മുന്നിൽ വന്നിരുന്ന് കരഞ്ഞ് ഏറ്റവും മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധന സമയത്ത് അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു, ഒരു വിക്കുള്ള മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയെ, പ്രിയമുള്ളവർ, അനുശേഷം ഇവൾ ഇതുവരെ വിക്ക് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇതുവരെ വിക്കില്ല. ഇല്ല. അന്ന് ഈശോ സുഖപ്പെടുത്തി. പിന്നെ ഇതുവരെ 6 മാസമായി ഇതുവരെ വിക്കില്ല, സ്ഫുടമായിട്ട് സംസാരിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തെ ആരാധിച്ചതിന് ശേഷം നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. എല്ലാവരും എഴുന്നേൽക്കുക. കുട്ടികൾ എല്ലാ ഭാഗത്തുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടുക. ചിൽഡ്രൻ
എല്ലാ മക്കളെയും പ്രത്യേകം ഞാൻ അഭിവാദനം ചെയ്യുകയാണ്. യുവതിവാക്കന്മാർ, നിങ്ങൾ കുറച്ച് കാലം എപ്പോഴെപ്പോഴും എനിക്കിത് വരാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. എന്നാൽ ഇടയ്ക്ക് കർത്താവ് സമയം തരും, ആ സമയത്ത് ഞാൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ എന്നാലും ശരി, നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളുടെ കൂടെ ആയിരിക്കാനും നിങ്ങളുടെ കൂടെ യേശുവിനെ ആരാധിക്കാനും എനിക്ക് വലിയ ഇഷ്ടം. നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം യേശു ക്രിസ്തുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ സമയം വളരെ അത്ഭുതങ്ങൾ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ വലിയൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം യേശുവിനെ ആരാധിക്കുക, നിങ്ങളോടൊപ്പം യേശു ക്രിസ്തു എന്ന വ്യക്തിയെ, യേശുവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുക, അവിടുത്തെ മഹത്വപ്പെടുത്തുക. ഇതൊരു ധന്യ നിമിഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി കുറച്ചു നേരം നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. രക്ഷകനായ യേശു. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. എൻ്റെ ഈശോ. പാപപരിഹാരാർത്ഥ പാറകളെ തേടി പാരിടത്തിൽ വന്ന നാമം. കരങ്ങളടിച്ച്. പാപപരിഹാരാർത്ഥ പാറകളെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. വലിയ വിശ്വാസത്തോടെ യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. ഇടത്തോട്ടും വലത്തോട്ടും കരങ്ങളടിച്ച് ആത്മീയമായ സ്വാതന്ത്ര്യത്തോടെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ദൈവത്തിൽ ആനന്ദിച്ച്. Glory, glory. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം, എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം, എന്നിൽ കനിഞ്ഞ നാമം. അന്യരെന്ന മേലെഴുത്ത് എന്നേക്കും മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യരെന്ന മേലെഴുത്ത് എന്നേക്കും മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. കൈ ഉയർത്തി കൈയടിച്ച്. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ നാമമേ, രക്ഷയുടെ നാമമേ, വിടുതലിന്റെ നാമമേ, അത്ഭുത ഡെലിവറൻസിന്റെ നാമമേ, സൗഖ്യത്തിന്റെ നാമമേ, അന്ധകാര പീഡകൾ ആട്ടി ഭായിക്കുന്ന അത്ഭുത നാമമേ, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, നിങ്ങളങ്ങ് ആരാധിക്കുന്ന കർത്താവേ. ഓ, എല്ലാ ജനപദങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു, വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു, മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു, പൂർവ്വപിതാക്കന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു, സ്വർഗവാസികളോട് ചേർന്ന് ആരാധിക്കുന്നു, രക്തസാക്ഷികളോട് ചേർന്ന് ആരാധിക്കുന്നു, ശ്ലീഹന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു. ഓ പരിശുദ്ധനേ, ഓ മഹത്വപൂർണനേ, കൃപാലുവായ ദൈവമേ, മഹത്വത്തിന്റെ രാജാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഇപ്പോൾ കൃപ നിറയേണ്ട കർത്താവേ, ഇപ്പോൾ അഭിഷേകം നിറയേണ്ട കർത്താവേ, ഇപ്പോൾ ആനന്ദം നിറയേണ്ട കർത്താവേ. നിരാശകൾ വിട്ടുമാറി പോകട്ടെ, ഹൃദയങ്ങളെ ഭരിക്കുന്ന പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. തടസ്സങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ
തടസ്സങ്ങൾ മാറി കുടുംബങ്ങളിൽ ആനന്ദം ഉണ്ടാകട്ടെ. ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോ ഈശോ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ശരീരങ്ങളിൽ നിന്ന് രോഗങ്ങൾ അത്ഭുതകരമായി അപ്രത്യക്ഷമാകട്ടെ. ഈശോയുടെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പണ്ടതുപോലെ എപ്പോഴും എല്ലാ ആഴ്ചയിലും നിങ്ങളെ അഭിവാദനം ചെയ്യാൻ ചില തിരക്കുകൾ കാരണം സാധിക്കുന്നില്ലെങ്കിലും കൂടെ കൂടെ കർത്താവ് അവസരം തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്തായാലും മാസത്തിൽ 1-2 തവണ ഞാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും നിങ്ങളുടെ കൂടെ ദൈവരാജ്യ രഹസ്യങ്ങൾ പങ്കുവെക്കാനും ഈ ഒരു സാഹചര്യം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ധാരാളം പേര് ശനിയാഴ്ചകളിൽ ഉപവാസം എടുത്ത് അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവർക്കും ശുശ്രൂഷകൾ നയിക്കുന്നവർക്കും ടീമിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നിങ്ങൾ തുടരണം. ഇനി ആരെങ്കിലും അതിനകത്ത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് ജോയിൻ ചെയ്യുക എന്ന്. വേറൊന്നുമില്ല, എല്ലാ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞായറാഴ്ച അഭിഷേകാഗ്നി കേൾക്കുന്ന ദൈവജനത്തിന് വേണ്ടി കാഴ്ചവെക്കുക, ടീമിന് വേണ്ടി കാഴ്ചവെക്കുക. ദൈവം നിങ്ങളെ ഒത്തിരി കൃപകൾ തന്ന് അനുഗ്രഹിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നിത്യജീവൻ്റെ കർത്താവിനെ തിരസ്കരിക്കരുത്. നിത്യജീവൻ്റെ കർത്താവിനെ തിരസ്കരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ശുശ്രൂഷ ആമുഖത്തിൽ ഒരു അത്ഭുതകരമായ സാക്ഷ്യം കേട്ടു. 23 വർഷമായി മക്കളില്ലാതെ സങ്കടത്തിലും വേദനയിലും വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ ആ ദമ്പതികൾ, അവർ പല വിധത്തിൽ പ്രാർത്ഥിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവരൊരുപാട് ചികിത്സകൾ ചെയ്തെന്ന് പറയുന്നുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി ലോകത്തിൻ്റെ മാർഗങ്ങൾ അവർ അവലംബിച്ചു. അവർക്ക് നല്ലതെന്ന് തോന്നിയതെല്ലാം അവലംബിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകൾ പങ്കുചേർന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. യേശുവിൻ്റെ വിടുതൽ ആശീർവാദങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നൽകപ്പെട്ടപ്പോൾ അത് വിനയപൂർവ്വം അവർ സ്വീകരിച്ചു. അത് അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇന്ന് ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ, ഒരു പക്ഷേ ആദിമ നൂറ്റാണ്ടിൽ ആദിമ സഭാ സമൂഹത്തിൽ സംഭവിച്ചതിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിലായിരിക്കും ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെ പ്രകടമായ വിധം യേശുവിൻ്റെ നാമത്തിൽ വളരെ കോമണായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽമായർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വൈദികർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. യുവാക്കന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നിടത്ത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ആരാധിക്കുന്നിടത്ത്, യേശുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് വളരെ പ്രകടമായ വിധം ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഒരുപക്ഷെ ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അവിടുത്തെ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തിന് മുമ്പ് ഒരുപക്ഷെ മാനസാന്തരത്തിന് വേണ്ടി കരുണയുടെ വാതിൽ തുറന്ന് മക്കളെ മാടി വിളിക്കുന്ന സമയമല്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വചനങ്ങളെ സ്ഥിരീകരിക്കുമ്പോൾ കർത്താവ് ആ സമൂഹത്തിൽ പ്രകടമായി സന്നിഹിതനാണ്. ഹീസ് റിയലി പ്രസൻറ്റ്. അവിടെ പ്രസൻ്റാണ്. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സസ് 2 and 3. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു.
അപ്പോൾ സുവിശേഷ പ്രസംഗകരായ 2 പേര് അവിടെ എത്തിയതാണ്. അവർ 2 പേര് ശക്തിയുക്തം ധൈര്യപൂർവം യേശു കർത്താവിനെ പറ്റി, യേശു ക്രിസ്തു എന്ന വ്യക്തിയെ പറ്റി പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. അപ്പോൾ കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അനുഗ്രഹം നൽകുന്നത് കർത്താവാണ്. എന്തിനു വേണ്ടിയാണ് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്? ശുശ്രൂഷകൾ നടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ തൻ്റെ ശുശ്രൂഷകർക്ക് അനുഗ്രഹങ്ങളും ശക്തിയും നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിലേക്ക് തിരിയാൻ. നമ്മുടെ ആത്മാവ് ഒരു പക്ഷേ ലോകത്തിലേക്ക് തിരിഞ്ഞു പോയിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥനയിൽ നിന്ന് ചില മന്ദീഭവിച്ച് പോയിരിക്കാം, ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കൽ പോലും യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു ആത്മാവിനെ നിത്യജീവൻ്റെ കർത്താവിലേക്ക്, ആ നിത്യജീവനിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് കൊടുക്കുന്ന ഒരു ഗ്രേസ്, ഒരു അനുഗ്രഹമാണത്. ഒരു അത്ഭുതം, ഒരു അടയാളം എന്നുള്ളത് മറ്റൊന്നുമായിട്ട് നമ്മളതിനെ കാണരുത്. മറ്റൊന്നുമായിട്ട് ഒരു ശുശ്രൂഷകനും അത്ഭുതത്തെയും അടയാളത്തെയും വേറൊരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിലേക്ക്, കർത്താവ് ആത്മാക്കളെ തിരിക്കുന്ന ഇടപെടലാണത്. അതിനുള്ള അനുഗ്രഹമാണ് കർത്താവ് ശുശ്രൂഷകർക്ക് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കർത്താവ് ഈ അനുഗ്രഹം കൊടുക്കുമ്പോൾ കർത്താവ് പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയാവോ? ഇത് കാണുകയും ഇത് കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിത്യജീവൻ്റെ കർത്താവിലേക്ക് ഹൃദയം ഉയർത്തണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരുണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രായക്കാരുണ്ട്. ദൈവത്തിൻ്റെ ഒരു അത്ഭുതം, ദൈവം ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, ഇന്നും അടയാളങ്ങൾ കാണിക്കും. കാരണം വചനം പ്രഘോഷിക്കുന്നിടത്ത്, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നിടത്ത് ഉത്ഥാനം ചെയ്ത കർത്താവ് സന്നിഹിതനാണ്. ഉത്ഥാനം ചെയ്ത കർത്താവ് അവിടെ പ്രവർത്തിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ നിത്യജീവൻ്റെ കർത്താവിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിത്യജീവൻ്റെ കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാമത്തെ അധ്യായം 32 തൊട്ട് 35 വരെ വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 32 to 35. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്നാണ് അർത്ഥം. സഹോദരർ എന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിക്കുന്നത്. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. ലിദായിലുള്ള ക്രിസ്തീയ മക്കളുടെ അടുത്തെത്തി. അവിടെ അയനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, അയനയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ അവൻ എഴുന്നേറ്റു. ലിദായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ലിദായിലെയും സാറോണിലെയും സർവ്വജനങ്ങളും അവനെ കണ്ട്, ആ അത്ഭുതം കണ്ട്, ആ അത്ഭുതത്തെക്കുറിച്ച് കേട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം പ്രഘോഷിക്കുമ്പോൾ വചനത്തിൽ നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല പോയിന്റുകളും മാത്രം നോക്കി അത് കുറിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് തിരിയണം. അങ്ങനെ ചിലപ്പോൾ സാധിക്കാതെ, അങ്ങനെ ചില നമ്മുടെ ബലഹീനതയോട് സാധിക്കാതെ വരുന്ന സമയത്ത് കർത്താവ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവിടുത്തെ വചനത്തെയും അവിടുത്തെ സാന്നിധ്യത്തെയും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് തിരിക്കണം. ഉടനെ അതിനെ കുറ്റം പറയാൻ, അതിനെ ദുഷിക്കാനും നമ്മൾ മെനക്കെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 43. അവിടെ എന്താണ് കർത്താവിലേക്ക് തിരിയുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനം 10:43. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി
പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് പതിപ്പിക്കുക. വലിയൊരു പ്രവചനം, ഒരു വാഗ്ദാനം ഈ പ്രവചനത്തിലുണ്ട്. ഈ പ്രവചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് നടത്തപ്പെട്ടുള്ള പ്രവചനമാണ്. 10-ാം അധ്യായം 43-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി. ഒന്ന് വായിച്ചു നോക്കിക്കേ. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം. നമുക്ക് ഒരുപാട് പാപങ്ങളില്ലേ, ഒരുപാട് തകർച്ചകളില്ലേ, ആത്മാവിൻ്റെ രോഗങ്ങളില്ലേ. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ നിരവധിയായ പാപങ്ങൾ നമ്മൾ കർത്താവിന് മുമ്പിൽ മല്ലടിക്കാൻ നിൽക്കരുത്. ഹൃദയത്തിലും കാതിലും അപരിച്ഛേദിതരെ, പരിശുദ്ധാത്മാവോട് നിരന്തരം മല്ലടിക്കുന്നവരെ, പാപമില്ല എന്ന് പറഞ്ഞ് തന്നെ കൈ കുടഞ്ഞ് നടക്കരുത്. ഹൃദയത്തിൻ്റെ അവസ്ഥ പറയണം. ദൈവമായ കർത്താവ് ഒരു അവസരം തരികയാണിത്. ഈ വചനം കേൾക്കുന്ന സമയത്ത്, ഓരോ അത്ഭുതങ്ങളും കാണുന്ന സമയത്ത് ദൈവമായ കർത്താവ്, സ്വർഗം, നമ്മുടെ പിതാവായ ദൈവം നമുക്കൊരു അവസരം തരികയാണ്. എന്തിനുള്ള അവസരമാണത്? നമ്മുടെ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താൻ, അവൻ്റെ നാമം വഴി സൗജന്യമായി പാപക്ഷമ നേടാൻ, നമ്മുടെ ആത്മാവിനെ കഴുകാൻ, ഹൃദയത്തിൽ എളിമപ്പെടാൻ, നിത്യജീവൻ്റെ കർത്താവിനെ സ്വന്തമാക്കാൻ അവിടുന്ന് നമുക്കൊരവസരം തരികയാണ്. റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനത്തെ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കണം, എളിമപ്പെടണം, നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. റോമൻ ചാപ്റ്റർ 10 വേഴ്സ് 10, അവിടെ ആ നാമത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ മനുഷ്യർ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ വചനം കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അങ്ങോട്ട് സ്വീകരിക്കണം, അങ്ങോട്ട് വിശ്വസിക്കണം. എന്തെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരും, നാനാജാതി മതസ്ഥരുണ്ട്, പിന്നെ പല അവസ്ഥയിരിക്കുന്നുണ്ട്, പാപ അവസ്ഥയിരിക്കുന്നുണ്ട്. ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കണം. എന്തെന്നാൽ മനുഷ്യൻ ക്രിസ്ത്യാനി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ആരാ ഇത് കേൾക്കണം? അവർ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. എന്താണ്? അധരം കൊണ്ട് ഏറ്റുപറയണം, യേശുവിനെ ഏറ്റുപറയണം. യേശുവേ യേശുവേ എന്ന് പറഞ്ഞ അധരം കൊണ്ട് യേശുവിനെ അപ്പോൾ ദൈവം അനുതാപത്തിൻ്റെ കൃപ വർഷിക്കും. അനുദപിക്കാൻ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയാൻ, പാവ അവസ്ഥയെ മനസ്സിലാക്കാൻ ആ മൂടുപടം അങ്ങോട്ട് മാറും. ആ അന്ധകാരത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ആവരണം മാറി സ്വന്തം ആത്മാവിൻ്റെ ദുസ്ഥിതി കണ്ട് മാറത്തടിച്ച്, എൻ്റെ ദൈവമേ ഞാനൊരു പാപിയാണ് എന്നും പറയാനുള്ളൊരു കൃപ, ദൈവകൃപ നമ്മുടെ ഉള്ളിൽ പ്രവർത്തനനിരതമാകും. പൊട്ടിക്കരയാൻ സാധിക്കും, ദൈവത്തിലേക്ക് തിരിയാൻ പറ്റും, ഹൃദയം ദൈവത്തെ ഏൽപ്പിക്കാൻ പറ്റും, പാപമോചനം സ്വീകരിക്കാൻ തക്കവിധം അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയും. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ആത്മാവിനെ തൊട്ട് വിളിക്കുന്ന സമയമാണ് വചനപ്രഘോഷണങ്ങൾ നടക്കുന്ന സമയം. പ്രത്യേകിച്ച് ആ വചനപ്രഘോഷണങ്ങൾ നടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ആ സമയം ദൈവം അടുത്ത് വന്ന് തൊട്ട് വിളിക്കുന്ന സമയമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 44-ാമത്തെ തിരുലിഖിതം, ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 44, നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ ശേഷിക്കാതെ നശിപ്പിക്കുകയും, അതായത് ഈ ജെറുസലേമിനെ കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യം എങ്ങനെയാണ്? എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ബിക്കോസ് യു ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ ടൈം വെൻ ഗോഡ് കെയിം ടു സേവ് യു. എപ്പോഴാണ് ദൈവം നിന്നെ രക്ഷിക്കുക? നീ എവിടെ വെച്ച് ഏത് നിമിഷത്തിലാണ് ഈശോയെക്കുറിച്ച് കേൾക്കുന്നത്? ആ നിമിഷം നിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ ദൈവം നിൻ്റെ അടുത്ത് വന്ന് നിന്നെ തൊട്ട് വിളിക്കുന്ന സമയമാണ്. നിൻ്റെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്താനും
കർത്താവിൻ്റെ നാമത്തിൽ സൗജന്യമായി രക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാനും നിൻ്റെ ദൈവം നിനക്ക് നിത്യജീവൻ്റെ കർത്താവിനെ വിളിക്കാൻ ഒരു സുവർണ അവസരം തരുന്ന സമയമാണ്. വചനം കേൾക്കുന്ന സമയം, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് കേൾക്കുന്ന സമയം, അവൻ്റെ നാമത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ കൺമുമ്പിൽ വെളിപ്പെടുന്ന സമയം, നിങ്ങളുടെ കാതുകളിൽ പ്രഘോഷിക്കപ്പെടുന്ന സമയം. എന്നാൽ കർത്താവിനൊരു സങ്കടമുണ്ട്. അത് ഇന്ന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു പക്ഷേ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ തിരുലിഖിതം. ജെറൂസലം ജെറൂസലം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. എത്രയോ പ്രാവശ്യം നമ്മൾ വചനം കേട്ട് എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ നിങ്ങൾ സമ്മതിച്ചില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ വചനം കേട്ട് ആ സമയത്തെല്ലാം പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിലേക്ക് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവപിതാവ് നമ്മുടെ ആത്മാവിനെ യേശുവിനോട് ചേർത്ത് നിത്യജീവനിലേക്ക് എടുക്കാൻ ആഗ്രഹിച്ച സമയമാണ്. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർത്ത് നിർത്തുന്ന പോലെ എത്രയോ തവണ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എത്രയോ തവണ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നമ്മുടെ മുൻ തലമുറകൾ ലഭിക്കാത്തതുപോലെ വചനപ്രഘോഷണങ്ങളും ശുശ്രൂഷകളും പ്രാർത്ഥനകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ബൈബിൾ എല്ലാം നൽകി ഈ തലമുറയെ അനുഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇതുപോലെ പറയപ്പെടുന്ന തൊട്ട് മുമ്പുള്ള അനുഗ്രഹമായിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് നമ്മളെല്ലാവരും ഉണരാനും ഒരുങ്ങാനും വേണ്ടി കർത്താവ് തരുന്ന സമയമല്ല ഇതെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവൻ്റെ കർത്താവിനെ തിരസ്കരിക്കരുത്. ഓരോ ശുശ്രൂഷകൾ കാണുമ്പം, ഓരോ വചനപ്രഘോഷണം, ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ കൂടെ നൽകപ്പെടുന്ന വചന ശുശ്രൂഷകൾ കേൾക്കുമ്പം, ഓരോ കൺവെൻഷനുകളെ കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ സെൻറ്ററുകളിൽ വിവിധ ശുശ്രൂഷകൾ നടക്കുമ്പോൾ താരതമ്യ പഠനം നടത്താനും ദുഷിക്കാനും എല്ലാ തരത്തിലും അഹങ്കാരം കാണിക്കാനുമുള്ള സമയമാണ്. അതൊന്ന് ചിന്തിക്കരുത്, വഴിതെറ്റിപ്പോകരുത്. കർത്താവിലേക്ക് ഹൃദയം ഉയർത്തേണ്ട സമയത്തെ തിരിച്ചറിയണം. കൊക്കും മീവൽ പക്ഷിയും അതിൻ്റെ സമയം അറിയുന്നു. എന്നാൽ ഞാൻ എൻ്റെ സമയം അറിയുന്നുണ്ടോ? പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് നമുക്ക് ഹൃദയം തുടങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു തിരിച്ചറിവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു അതേ ശക്തിയോടും ചൈതന്യത്തോടും കൂടെ നമ്മുടെ മുമ്പിൽ ആഗതനാകുന്ന സമയമാണിത്. ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം. ഈ സമയം മുട്ടിന്മേൽ നിന്ന് ഭയഭക്തികളോടെ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുകയാണ്, അവനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കാൻ അവൻ ഇടവരുത്തും, അവൻ്റെ കൃപ വർഷിക്കും. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈ ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുമ്പോൾ രോഗികൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, യേശുവേ എൻ്റെ ദൈവമേ. വേറൊന്നും വിളിക്കേണ്ട, യേശുവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ മതി. യേശുവേ എൻ്റെ രക്ഷക, യേശുവേ എൻ്റെ നാഥനെ, യേശുവേ എൻ്റെ ദൈവമേ. ഹൃദയം നുറുങ്ങി വിളിച്ചപേക്ഷിക്കുക. ഇപ്പോൾ മന്ദിച്ചിരിക്കുന്നവർ, മരവിപ്പിലാണ്ടുപോയവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, പിശാചിൻ്റെ ഉപദ്രവത്തിയിരിക്കുന്നവർ, നിരാശ ബാധിച്ചവർ, രോഗം കൊണ്ട് വേദനിക്കുന്നവർ, മനപ്രയാസം കൊണ്ട് മൂടപ്പെട്ടവർ, വിഷാദം അലട്ടുന്നവർ, ഡിപ്രഷൻ ബാധിച്ചവർ, എല്ലാവരുടെ മേൽ വലിയ കൃപ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. പിതാവേ, യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലും ഉത്തരമരുളണമേ. കഠിന ഹൃദയർക്ക് മാനസാന്തരം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, യേശുവേ, 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 യേശുവേ. ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ഹൃദയം കൊണ്ട് യേശുവിനെ സ്വീകരിച്ച്, യേശുവേ
യേശുവേ